സുഹൃത്തുക്കളെ, വീക്കിലി കറണ്ട് അഫയേഴ്സിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സിലെ കഴിഞ്ഞ ആഴ്ചയിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസുകൾ ആദ്യം മുതൽ കാണുന്നതിനായി ഇപ്പോൾ മുകളിൽ കാണുന്ന കാർഡിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ആഴ്ച പഠിച്ച ആനുകാലികം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും വൈഫൈ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി PM വാണി, അതായത് പ്രൈം മിനിസ്റ്റർ വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് പദ്ധതി. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 2021 വാർഷിക മീറ്റിങ്ങിൻ്റെ വേദി, അതായത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 2021 വേദി സിംഗപ്പൂർ. 2020 ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം, അതായത് ഗ്രീൻ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയതാര്? പോൾ സ്വെയ്ൻതാ, മ്യാൻമാറുകാരനായ പോൾ സ്വെയ്ൻതായാണ്. ബ്രിട്ടനിൽ ജനങ്ങളിൽ കുത്തിവയ്ക്കാൻ അനുമതി ലഭിച്ച കോവിഡ് വാക്സിൻ്റെ പേരെന്ത്? ഫിസർ, ബയോഎൻടെക് എന്ന കമ്പനിയുടെ ഫിസർ അല്ലെങ്കിൽ ഫൈസർ. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന രാജാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മഹാശയ് ധരംപാൽ ഗുലാത്തിയാണ് ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന രാജാവ്. ഏറെ വർഷങ്ങൾക്ക് ശേഷം 2020 പുനരാരംഭിക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് റെയിൽപാത ഏത്? ചിലാഹത്തി ഹാൽദിബാരി റെയിൽപാതയാണ് ബംഗ്ലാദേശിലെ ചിലാഹത്തി മുതൽ ഇന്ത്യയിലെ ഹാൽദിബാരി വരെ. 2020 മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ഹൃദയരാഗങ്ങൾക്കാണ് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹത്തിന് ഇതേ വർഷം തന്നെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരവും ലഭിച്ചിരുന്നു. ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകളിൽ സേവനമനുഷ്ഠിച്ച ഏക ഇന്ത്യക്കാരനാണ് കേണൽ പ്രതിപാൽ സിംഗ്. വൈദ്യുതി ലൈനുകളുടെ അപകടാവസ്ഥ പരിഹരിക്കാൻ പൊതുജന പങ്കാളിത്തത്തോടെ KSEB ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ശുദ്ധി. 2020 ഡിസംബറിൽ ഇന്ത്യൻ നാവികസേന പ്രൊജക്റ്റ് 17A ഭാഗമായി പുറത്തിറക്കിയ കപ്പൽ INS ഹിമഗിരി. 2020 പാലാ നാരായൺ നായർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നരീന്ദ്ര സിംഗ് കപ്പാനി. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരാണ്? ഡോക്ടർ VS പ്രിയ. കേരളത്തിൽ മെഗാ സീ ഫുഡ് പാർക്ക് നിലവിൽ വരുന്ന ജില്ല ഏത്? ആലപ്പുഴ. 2021 ഗതാഗതം ആരംഭിക്കാൻ പോകുന്ന ഇന്ത്യ ബംഗ്ലാദേശ് റോഡ് ഏതാണ്? സ്വാതിനാഥ സറക് റോഡ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? സെൻട്രൽ വിസ്ത പ്രൊജക്റ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിലാണത്. ലോകത്ത് ആദ്യമായി ഫുട്ബോൾ മത്സരം കളിക്കുന്ന ട്രാൻസ്ജെൻഡർ ആരാണ്? മാര ഗോമസ്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ 50ാം വാർഷിക ആഘോഷത്തിൻ്റെ പേരെന്ത്? സ്വർണിം വിജയ് വർഷ്. ലെറ്റസ് ഡ്രീം ദ പാത്ത് ടു എ ബെറ്റർ ഫ്യൂച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാര്? പോപ്പ് ഫ്രാൻസിസ്. 2030 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? ദോഹയിലാണ്, ഖത്തറിലെ ദോഹയിൽ. 2034 വേദി സൗദി അറേബ്യയിലെ റിയാദിൽ. ഇന്ത്യയുടെ 72ാം റിപ്പബ്ലിക് ദിന, അതായത് 2021 റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥി ആരാണ്? ബോറിസ് ജോൺസൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ബോറിസ് ജോൺസൺ. ഈ വർഷത്തെ, അതായത് 2020 ONV പുരസ്കാര ജേതാവാര്? ഡോക്ടർ M ലീലാവതി. 2021 G7 ഉച്ചകോടി നടക്കുന്ന വേദി എവിടെയാണ്? യുണൈറ്റഡ് കിങ്ഡം. സമ്പൂർണ്ണ ഓർഗാനിക് അഗ്രികൾച്ചർ ഏരിയയായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. അപ്പോൾ നമുക്ക് പുതിയ കുറച്ച് ചോദ്യങ്ങൾ പഠിക്കാം. ഫിനാൻഷ്യൽ ടൈംസിൻ്റെ വായനക്കാർ 2020 ലോകത്തെ സ്വാധീനിച്ച 12 വനിതകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യക്കാരി ആരാണ്? KK ശൈലജ, സംസ്ഥാന ആരോഗ്യമന്ത്രിയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ടൈംസ് വാരിക പ്രഖ്യാപിച്ച ലോകത്തെ സ്വാധീനിച്ച 12 വനിതകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യക്കാരിയാണ് KK ശൈലജ. 2020 ട്രാൻസ് ക്വീൻ ഇന്ത്യ കിരീട ജേതാവ് ആരാണ്? ഷെയ്ൻ സോണി. 2020 ട്രാൻസ് ക്വീൻ ഇന്ത്യ കിരീട ജേതാവ് ഷെയ്ൻ സോണി. 2020 ഡിസംബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത നിരീക്ഷണ കപ്പലുകൾ ഏതെല്ലാം? അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നീറ്റിലിറക്കിയ നിരീക്ഷണ കപ്പലുകൾ ഏതെല്ലാം? സുജീത്ത്, സക്ഷം. 2 കപ്പലുകളാണ്. സുജീത്ത്, സക്ഷം എന്നീ കപ്പലുകളാണ് 2020 ഡിസംബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത് നീറ്റിലിറക്കിയത്. കേരള ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ പുതിയ ഡയറക്ടർ ആരാണ്? G അരുണിമ. അപ്പോൾ പുതുതായി നിയമിക്കപ്പെട്ട കേരള ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ ഡയറക്ടർ G അരുണിമ. 2020 ഡിസംബറിൽ ISRO വിജയകരമായി വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? CMS-1. വിക്ഷേപണ വാഹനം PSLV C-50.
അപ്പോൾ 2020 ഡിസംബറിൽ ഏറ്റവും പുതിയതായി ISRO വിജയകരമായി വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-1 വിക്ഷേപണ വാഹനം PSLV C-50. വൈലോപ്പള്ളി ജയന്തി പുരസ്കാരത്തിന് പുതിയതായി അർഹനായത് ആര്? അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വൈലോപ്പള്ളി ജയന്തി പുരസ്കാരം അർഹനായത് ആരാണ്? ആത്മാരാമനാണ് വൈലോപ്പള്ളി ജയന്തി പുരസ്കാരം അർഹനായത്. ആത്മാരാമൻ. ചന്ദ്രനിൽ നിന്നും പാറക്കഷ്ണങ്ങൾ ശേഖരിച്ച് ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തിച്ച ചൈനയുടെ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേരെന്ത്? Chang'e-5 ആണത്. അപ്പോൾ ചന്ദ്രനിൽ നിന്നും പാറക്കഷ്ണങ്ങൾ ശേഖരിച്ച് ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തിച്ച ചൈനയുടെ സ്പേസ് ക്രാഫ്റ്റാണ് Chang'e-5. ഇരവികുളം ദേശീയോദ്യാനത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പുൽച്ചാടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ടെറ്റിലോബസ് ത്രിശൂല. അപ്പോൾ ഇരവികുളം ദേശീയോദ്യാനത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പുൽച്ചാടിയാണ് ടെറ്റിലോബസ് ത്രിശൂല. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഈ വർഷത്തെ ലീജിയൻ ഓഫ് മെറിറ്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഈ വർഷത്തെ ലീജിയൻ ഓഫ് മെറിറ്റ് അവാർഡ് ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 40 Years with അബ്ദുൽ കലാം അൺടോൾഡ് സ്റ്റോറീസ് എന്ന കൃതിയുടെ രചയിതാവാരാണ്? ഡോക്ടർ A. ശിവദാനപിള്ള. 40 Years with അബ്ദുൽ കലാം അൺടോൾഡ് സ്റ്റോറീസ് എന്ന കൃതിയുടെ രചയിതാവ് ഡോക്ടർ A. ശിവദാനപിള്ള. നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഫിനാൻഷ്യൽ ടൈംസിൻ്റെ വായനക്കാർ 2020 ലോകത്തെ സ്വാധീനിച്ച 12 വനിതകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യക്കാരി ആരാണ്? KK ശൈലജ. സംസ്ഥാന ആരോഗ്യമന്ത്രിയായ KK ശൈലജ. 2020 ട്രാൻസ് ക്വീൻ ഇന്ത്യ കിരീട ജേതാവ് ആരാണ്? ഷെയ്ൻ സോണി. 2020 ഡിസംബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത നിരീക്ഷണ കപ്പലുകൾ ഏതെല്ലാം? 2 സുജീത്, സക്ഷം. കേരള ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ ഡയറക്ടറായി പുതുതായി നിയമിതയായത് ആരാണ്? G. അരുണിമ. 2020 ഡിസംബറിൽ ISRO വിജയകരമായി വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? CMS-1 വിക്ഷേപണ വാഹനങ്ങൾ PSLV C-50. വൈലോപ്പള്ളി ജയന്തി പുരസ്കാരത്തിന് പുതുതായി അർഹനായത് ആരാണ്? ആത്മാരാമൻ. ചന്ദ്രനിൽ നിന്നും പാറക്കഷ്ണങ്ങൾ ശേഖരിച്ച് ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തിച്ച ചൈനയുടെ സ്പേസ് ക്രാഫ്റ്റ് ഏതാണ്? Chang'e-5. ഇരവികുളം ദേശീയോദ്യാനത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പുൽച്ചാടി ഏതാണ്? ടെറ്റിലോബസ് ത്രിശൂല. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഈ വർഷത്തെ ലീജിയൻ ഓഫ് മെറിറ്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 40 Years with അബ്ദുൽ കലാം അൺടോൾഡ് സ്റ്റോറീസ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഡോക്ടർ A. ശിവദാനപിള്ള. അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യോത്തരങ്ങൾ കൂടി പഠിക്കാം. ഈയിടെ നിലവിൽ വന്ന ISROയുടെ സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് കൺട്രോൾ സെൻറ്റർ ഏതാണ്? NETRA നെട്ര. ബാംഗ്ലൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈയിടെ നിലവിൽ വന്ന ISROയുടെ സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് കൺട്രോൾ സെൻറ്ററാണ് നെട്ര, ബാംഗ്ലൂരിലെ നെട്ര. COVID-19 കോവിലൈസേഷൻ ക്രൈസിസ് ആൻഡ് സൊല്യൂഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ്? കൈലാഷ് സത്യാർത്ഥി. COVID-19 കോവിലൈസേഷൻ ക്രൈസിസ് ആൻഡ് സൊല്യൂഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കൈലാഷ് സത്യാർത്ഥി. ഇന്ത്യയിൽ റീജിയണൽ ക്ലൈമറ്റ് സെൻറ്റർ ആരംഭിക്കുന്നത് എവിടെയാണ്? ഹിമാലയ പർവ്വതത്തിലാണ്. അപ്പോൾ ഇന്ത്യയിൽ റീജിയണൽ ക്ലൈമറ്റ് സെൻറ്റർ ആരംഭിക്കുന്നത് ഹിമാലയ പർവ്വതത്തിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിർമ്മിക്കുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായി ഗ്ലാസ് പാലം നിർമ്മിക്കുന്ന സംസ്ഥാനം ബീഹാർ. ഇന്ത്യൻ നാവികസേനയും ഇന്തോനേഷ്യൻ നാവികസേനയും തമ്മിൽ നടക്കുന്ന സംയുക്ത വാർഷിക നാവികാഭ്യാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇൻഡോ കോർപാറ്റ്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയും ഇന്തോനേഷ്യൻ നാവികസേനയും തമ്മിൽ നടക്കുന്ന സംയുക്ത വാർഷിക നാവികാഭ്യാസമാണ് ഇൻഡോ കോർപാറ്റ്. 2023 മെൻസ് ഹോക്കി വേൾഡ് കപ്പ് നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. 2023 മെൻസ് ഹോക്കി വേൾഡ് കപ്പ് നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. ബാക്ടീരിയ മൂലമുള്ള രോഗബാധയായ ഷിഗല്ല ഈയിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കോഴിക്കോട്. അപ്പോൾ ഷിഗല്ല ബാക്ടീരിയ രോഗബാധയാണ്. ബാക്ടീരിയ മൂലമുള്ള രോഗബാധയായ ഷിഗല്ല ഈയിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ ലെതർ ഇൻഡസ്ട്രി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കാൺപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ലെതർ ഇൻഡസ്ട്രി പാർക്ക് നിലവിൽ വരുന്നത് കാൺപൂർ. ഭിന്നശേഷിക്കാർക്കായുള്ള കേരള സംസ്ഥാന കമ്മീഷണർ ആയി നിയമിതനായത് ആരാണ്? S.H. പഞ്ചാബകേശൻ. അപ്പോൾ ഭിന്നശേഷിക്കാർക്കായുള്ള കേരള സംസ്ഥാന കമ്മീഷണർ ആയി നിയമിതനായത് S.H. പഞ്ചാബകേശൻ. UN വനിതാ സംഘടനയിൽ പങ്കാളിയായ കേരളത്തിലെ സ്ഥാപനം ഏതാണ്? ജെൻഡർ പാർക്ക്. കോഴിക്കോട്ടുള്ള ജെൻഡർ പാർക്കാണ്
UN വനിതാ സംഘടനയിൽ പങ്കാളിയായ കേരളത്തിലെ സ്ഥാപനമാണ് കോഴിക്കോടുള്ള ജെൻഡർ പാർക്ക്. നമുക്ക് അത്രയൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഈയിടെ നിലവിൽ വന്ന ISROയുടെ സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് കൺട്രോൾ സെൻറ്ററിൻ്റെ പേരെന്താണ്? നേത്ര, ബംഗളൂരുവിലെ നേത്ര. COVID-19 കോവിലൈസേഷൻ ക്രൈസിസ് ആൻഡ് സൊല്യൂഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? കൈലാഷ് സത്യാർത്ഥി. ഇന്ത്യയിൽ റീജിയണൽ ക്ലൈമറ്റ് സെൻറ്റർ ആരംഭിക്കുന്നത് എവിടെയാണ്? ഹിമാലയ പർവ്വതം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിർമ്മിക്കുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഇന്ത്യൻ നാവികസേനയും ഇന്തോനേഷ്യൻ നാവികസേനയും തമ്മിൽ നടക്കുന്ന സംയുക്ത വാർഷിക നാവികാഭ്യാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇൻഡോ കോർപാറ്റ്. 2023 മെൻസ് ഹോക്കി വേൾഡ് കപ്പ് നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ബാക്ടീരിയ മൂലമുള്ള രോഗബാധയായ ഷിഗല്ല കേരളത്തിൽ ഈയിടെ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ ലെതർ ഇൻഡസ്ട്രി പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? കാൺപൂർ. ഭിന്നശേഷിക്കാർക്കായുള്ള കേരള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ആരാണ്? SS പഞ്ചാബകേശൻ. UN വനിതാ സംഘടനയിൽ പങ്കാളിയായ കേരളത്തിലെ സ്ഥാപനം ഏതാണ്? ജെൻഡർ പാർക്ക്, കോഴിക്കോട്. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് ഇന്നത്തെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഫിനാൻഷ്യൽ ടൈംസിൻ്റെ വായനക്കാർ 2020 ലോകത്തെ സ്വാധീനിച്ച 12 വനിതകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യക്കാരി ആരാണ്? KK ശൈലജ, സംസ്ഥാന ആരോഗ്യമന്ത്രി. 2020 ട്രാൻസ് ക്വീൻ ഇന്ത്യ കിരീട ജേതാവ് ആരാണ്? ഷെയ്ൻ സോണി. 2020 ഡിസംബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത നിരീക്ഷണ കപ്പലുകൾ ഏതെല്ലാം? സുജിത്ത്, സക്ഷം. കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ ഡയറക്ടറായി പുതുതായി നിയമിതയായത് ആരാണ്? G. അരുണിമ. 2020 ഡിസംബറിൽ ISRO വിജയകരമായി വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? CMS-1 വിക്ഷേപണ വാഹനം PSLV C-50. വൈലോപ്പള്ളി ജയന്തി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആത്മാരാമൻ. ചന്ദ്രനിൽ നിന്നും പാറക്കഷ്ണങ്ങൾ ശേഖരിച്ച് ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തിച്ച ചൈനയുടെ സ്പേസ് ക്രാഫ്റ്റ് ചാങ്-E5. ഇരവികുളം ദേശീയോദ്യാനത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പുൽച്ചാടിയാണ് ടെറ്റിലോബസ് ത്രിശൂല. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഈ വർഷത്തെ ലീജിയൻ ഓഫ് മെറിറ്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 40 Years വിത്ത് അബ്ദുൽ കലാം അൺടോൾഡ് സ്റ്റോറീസ് എന്ന കൃതിയുടെ രചയിതാവാരാണ്? ഡോക്ടർ A. ശിവതാണുപിള്ള. ഈയിടെ നിലവിൽ വന്ന ISROയുടെ സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് കൺട്രോൾ സെൻറ്റർ ഏതാണ്? നേത്ര, ബാംഗ്ലൂരിലെ നേത്ര. COVID-19 കോവിലൈസേഷൻ ക്രൈസിസ് ആൻഡ് സൊല്യൂഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാര്? കൈലാഷ് സത്യാർത്ഥി. ഇന്ത്യയിൽ റീജിയണൽ ക്ലൈമറ്റ് സെൻറ്റർ ആരംഭിക്കുന്നത് എവിടെയാണ്? ഹിമാലയ പർവ്വതത്തിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം നിർമ്മിക്കുന്ന സംസ്ഥാനം? ബീഹാർ. ഇന്ത്യൻ നാവികസേനയും ഇന്തോനേഷ്യൻ നാവികസേനയും തമ്മിൽ നടക്കുന്ന സംയുക്ത വാർഷിക നാവികാഭ്യാസമാണ് ഇൻഡോ കോർപാറ്റ്. 2023 മെൻസ് ഹോക്കി വേൾഡ് കപ്പ് നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഒഡീഷ. ബാക്ടീരിയ മൂലമുള്ള രോഗബാധയായ ഷിഗല്ല ഈയിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ ലെതർ ഇൻഡസ്ട്രി പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? കാൺപൂർ. ഭിന്നശേഷിക്കാർക്കായുള്ള കേരള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ആരാണ്? SS പഞ്ചാബകേശൻ. UN വനിതാ സംഘടനയിൽ പങ്കാളിയായ കേരളത്തിലെ സ്ഥാപനം ഏതാണ്? ജെൻഡർ പാർക്ക്, കോഴിക്കോട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ കൂടുതലായി വീണ്ടും കേട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അടുത്ത കുറച്ച് ചോദ്യങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും നന്ദി.